ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടൈറ്റിൽ പോലെ തന്നെ നമ്മൾ റംബുട്ടാൻ തോട്ടത്തിൽ കൂടെയുള്ള നടത്തവും പാക്കിംഗ് വ്ളോഗുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പാക്കിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓർഡേഴ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ റംബുട്ടാൻ തോട്ടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടിന് ചുറ്റുമുള്ള റംബൂട്ടാൻ്റെ മരത്തിൻ്റെ ആ ഒരു ഇതിൽ കൂടെയുള്ള നടത്തമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ തോട്ടമായിട്ടൊന്നും ഇല്ല കേട്ടോ. 2-3 മരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തോട്ടമായിട്ടങ്ങ് ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടങ്ങ് കൊടുത്താണ്. അപ്പം നമ്മുടെ ആ ഒരു പൂന്തോട്ടം എന്ന് പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ കുറേ ചെടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അമ്മയുടെ ചെടികളാട്ടോ എല്ലാം. അപ്പം ഫാഷൻ ഫ്രൂട്ടും എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഫാഷൻ ഫ്രൂട്ട് കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു എന്താണ് പൂക്കളിലൊക്കെ ആണെങ്കിൽ മറ്റേ ഹണി ബീ ഉണ്ടല്ലോ, തേനീച്ച ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ മൂളിക്കൊണ്ടിങ്ങനെ പറക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ശംഖുപുഷ്പം അതൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതെല്ലാം കൂടാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് ആരെങ്കിലും കയറി ഇരുന്നാൽ തന്നെ നമ്മൾ അറിയത്തുപോലില്ല. ഇടയ്ക്ക് പൂച്ചയൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് കയറി ഞങ്ങളെ പേടിപ്പിക്കാറുണ്ട്. അപ്പം അവനാണെങ്കിൽ ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് അവനിങ്ങനെ ഓടി വന്ന് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പേടിപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വൈകുന്നേരത്താട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മനോഹാരിതയൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു മരമാണെങ്കിൽ ആ ഒരു വെയിറ്റ് കൊണ്ട്, കായയുടെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ അക്കരെ പോകണം എന്നിങ്ങനെ വിചാരിച്ച് അക്കരെ പോയി സാധനം മേടിക്കാൻ, ബോ വാങ്ങിക്കാൻ, ഹെയർ ബോ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന സമയങ്ങളിലെല്ലാം മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു മൂഡ് അങ്ങ് പോയി കിട്ടും. അപ്പോൾ രാവിലെ ഞാൻ എപ്പോഴും എണീക്കുമ്പോൾ അക്കരെ പോയി സാധനം വാങ്ങിക്കണം, ബോ വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കും. പക്ഷേ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ പോകാൻ അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് ഷടപടയുന്നൊരു മഴ പെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മൂഡ് പോയി കഴിയുമ്പോഴത്തേക്കും മഴയും നിൽക്കും. അങ്ങനെ ഒരു സംഭവവികാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാളെ ഞാനിത് പറിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കണമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം നാളെ ഇത് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് പറിച്ച് വെക്കുന്നുണ്ട്. അപ്പം ബാക്കി ഇവിടെ ഇങ്ങനെ ഈ മരങ്ങളും ഇതെല്ലാം കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഇതുപോലത്തെ കുറേ മരങ്ങളുണ്ട്. സാധാരണ ഇതങ്ങനെ നമ്മൾ ആൾക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇതും അങ്ങനെ ഒരു മരം മാത്രം നമ്മൾ നിർത്തിയിട്ട് നമുക്ക് വേണ്ടി നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുകയാണ്. മീൻസ് വിൽക്കാൻ വേണ്ടി നിർത്തിയേക്കുകയാണ്. അല്ലാതെ ഇതങ്ങനെ ആരും കഴിക്കത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കങ്ങനെ കഴിച്ച് നമുക്കങ്ങനെ മടുത്തത് കൊണ്ട് നമ്മളങ്ങനെ, അപ്പോൾ ഓരോരുത്തരും അതിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കൊടുക്കാൻ ഇങ്ങനെ പറിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ വന്നിങ്ങനെ ചോദിക്കും ഇത് പറിക്കാൻ. വലിയ വിലയൊന്നും നമുക്ക് കിട്ടത്തില്ല, എന്നാലും അത്യാവശ്യം വിലയൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്ന അത്രയും റേറ്റൊന്നും ഇതിന് കിട്ടത്തില്ല. നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും റേറ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം കിട്ടുമ്പോൾ മൊത്തം ഇത് വലയിടണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഒരു ഏരിയയിൽ മൊത്തം ഈ ഒരു റംബൂട്ടാൻ്റെയും ലിച്ചിയുടെയും മരങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഞാനാണെങ്കിൽ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2-3 ഓർഡേഴ്സ് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു മാല എന്ന് പറഞ്ഞേക്കുമ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം താങ്ക് യു കാർഡൊക്കെ എഴുതി പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ചേച്ചി എൻ്റെ ഇത് വാങ്ങിച്ചു, ഒരു ടീച്ചറാട്ടോ വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ ഫ്രണ്ട്സ് ഇത് വാങ്ങിച്ചായിരുന്നു. ഇപ്പം എനിക്ക് ഒന്ന് 3-4 പ്രാവശ്യമാണ് ഈ സെയിം ഡിസൈൻ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇതിൻ്റെ ബ്ലൂവും ബ്ലാക്കും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബ്ലാക്കിൻ്റെ തന്നെ 3ാമത്തെ മാലയാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് കണ്ട് ഒരുപാട് പേര് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. എല്ലാം ഈ സോഷ്യൽ മീഡിയ വഴിയാട്ടോ, ഇൻസ്റ്റഗ്രാം, FB, വാട്സപ്പ് അതൊക്കെ വഴിയാണ് ഓരോരുത്തർ വരുന്നത്. അപ്പോൾ ഞാനതിങ്ങനെ പാക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുമല്ലേ, കഷ്ടപ്പെട്ട് നമ്മളിന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഒരു വീഡിയോ കൂടെ അങ്ങ് കിടക്കട്ടെ എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ കഴിച്ചതെന്ന് വെച്ചാൽ ചായയുടെ കൂടെ മറ്റ് ഇടിയപ്പം രാവിലത്തെ ഉണ്ടായിരുന്നു. അതിങ്ങനെ നൂഡിൽസ് പോലെ ഇങ്ങനെ പറിച്ചിങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് രാവിലത്തെ കറിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതായിരുന്നു വൈകിട്ട് കഴിച്ചത്. പിന്നെ രാത്രിയിലാണെങ്കിൽ ചപ്പാത്തിയൊക്കെയാണ് രാത്രിയിൽ കഴിച്ചത്. അപ്പം ഞാനാണെങ്കിൽ അത് ഇത് വെച്ചിട്ട് സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
കാരണം ഇത് ആലപ്പുഴയ്ക്കാട്ടോ ആ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞ് ഫ്രണ്ട് പറഞ്ഞ് ചെയ്തതാണ് ഈ ഒരു മാല. അപ്പോൾ ചേച്ചിയുടെ അഡ്രസ്സിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത്. ഇത് ആലപ്പുഴയ്ക്ക് അയക്കുന്ന ഒരു പാക്കിംഗ് ആണിത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ഒരു ഹെയർ ബോയും കൂടെ അതിന് രാവിലെ അത് നേരത്തെ പേയ്മെൻറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 എണ്ണം കൂടെ അങ്ങ് അയക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പം ഞാൻ അഡ്രസ്സൊക്കെ ഇങ്ങനെ എഴുതി പാക്ക് ചെയ്ത് ഇങ്ങനെ അയക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ നമ്മൾ ഒരു വേസ്റ്റ് ഒരു ബോക്സ് എടുത്തിട്ട് നമ്മൾ നല്ലൊരു ബോക്സ് നോക്കി എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ബബിൾ റാപ്പറും പിന്നെ ഇതുപോലെ തുണിയുടെ ഒരു കവറിനകത്താണ് നമ്മളിപ്പം മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കവർ മാറ്റിയിട്ട് തുണിയുടെ ഒരു കവർ നമ്മൾ തന്നെ എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, സ്റ്റിച്ചിങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് അല്ലാതെ വലിയ രീതിയിലൊന്നും തയ്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. ഡ്രസ്സ് അങ്ങനത്തെ നമുക്ക് വെട്ടിക്കിട്ടുകയാണെങ്കിൽ നമ്മൾ തയ്ക്കും. അല്ലാതെ എനിക്കിങ്ങനെ എനിക്ക് വെട്ടാനാട്ടോ എനിക്കറിയാത്തത്. കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും എങ്ങനെ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുമായിരിക്കും. പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് വെട്ടിക്കിട്ടാനാണ് പാട്. വെട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു തയ്യൽ മെഷീനെക്കാട്ടിലും സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും ഇപ്പം നമുക്ക് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു തയ്യൽ മെഷീൻ മതി. അല്ല നമുക്ക് പ്രൊഫഷണലായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ മറ്റേ വലിയ ടേബിളൊക്കെ ഉള്ള സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടല്ലോ, തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എംബ്രോയ്ഡറിയുടെ ഒക്കെ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ അതാണ്. നൂലൊക്കെ ആണെങ്കിലും ഇതാണെങ്കിൽ പെട്ടെന്ന് നൂലിങ്ങനെ പൊട്ടി വരും കേട്ടോ. അപ്പോൾ എല്ലാത്തിനകത്തും നൂല് പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാത്തിനകത്തും നൂല് പെട്ടെന്ന് പൊട്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ അകത്താണെങ്കിൽ എല്ലാത്തിനകത്തും എനിക്ക് എല്ലാത്തിൻ്റെയും കാര്യം അറിയത്തില്ല കേട്ടോ. ഞാനിപ്പം ഈ ഒരു ടൈപ്പ് സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്നാണെങ്കിൽ നൂലിങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്നുണ്ട്. എന്തുവാണെന്ന് എനിക്കും അറിയത്തില്ല. ഇത് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ ശരിയായതുകൊണ്ട് ഞാൻ അതിനകത്ത് പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ട് നമ്മൾ തുണിയുടെ കവർ വെച്ചിട്ടാണ് നമ്മൾ പൊതിയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പറയാനുള്ളത്, അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ ഈ മാലയുടെ കൂടെ തന്നെ രുദ്രാക്ഷം ബീഡ്സ് വെച്ചിട്ടുള്ള ആ ഒരു മാലയും എൻ്റെ നിന്ന് കുറേ പോയിട്ട് 2-3 പേരുടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ സെയിം ഡിസൈൻ ടെറാക്കോട്ടയിൽ അവൈലബിൾ. ടെറാക്കോട്ട എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയുള്ള കുറച്ചൊരു വെയിറ്റുള്ള സാധനമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചേച്ചി എന്നോട് പറഞ്ഞൊരു ഓർഡർ ആയിരുന്നു രുദ്രാക്ഷം ബീഡ്സിന്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഓർഡേഴ്സ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. നമ്മൾ ഇങ്ങനെയാട്ടോ നമ്മൾ അയക്കുന്നത്, ഇങ്ങനെ തുണിക്കവറിലാണ് നമ്മൾ അയക്കുന്നത്. എന്നിട്ട് നമ്മൾ ബബിൾ റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്